السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، كل محدثة بدعة. أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ ശബ്ദം ശ്രദ്ധിച്ചു കേൾക്കുന്ന ശ്രോതാക്കളെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനയ്ക്ക് അർഹനും സർവനാമ ഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥനുമായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ വസിയത്ത് ചെയ്യുന്നു, അഥവാ ബലവത്തായി ഉപദേശിക്കുന്നു. അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ച് നരകാഗ്നിയിൽ ഉൾപ്പെടാതെ വിചാരണ കൂടാതെ തന്നെ സ്വർഗത്തിൽ ഉപേക്ഷിപ്പിക്കപ്പെടുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബ്. സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, നാം മുസ്ലിമീങ്ങളാണ്. നമ്മൾ മുസ്ലിമീങ്ങൾ പല കക്ഷികളായി മാറിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാര്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും. അതിൽ ഒന്ന് മാത്രമാകുന്നു സ്വർഗത്തിൻ്റെ അവകാശികൾ. ബാക്കി മുഴുവനും 72 നരകാവകാശികളായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂറായി അല്ലാഹു വഹി മുഖേന സംസാരിച്ചിട്ടുള്ളത്. അക്കാര്യം നാം ഓർക്കുക. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചാണ്, നമസ്കരിക്കുന്നവരെ സംബന്ധിച്ച് ഇസ്ലാമിക കർമ്മങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കാഫികളെ സംബന്ധിച്ചല്ല, അത് മനസ്സിലാക്കുക. മുസ്ലിമീങ്ങളായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിച്ച ആളുകളെ സംബന്ധിച്ച് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല കക്ഷികളായി, പല സംഘടനകളായി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കക്ഷിയാണ്, എൻ്റെ സംഘടനയാണ് ശരി എന്ന് നമ്മൾ നിന്നും സ്വന്തം വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതൊരു പുനഃപരിശോധന നാം ചെയ്യേണ്ടതുണ്ട്. കാരണം നിങ്ങൾ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് വിചാരണ ചെയ്യുക. എന്നുള്ള ആ കാര്യം നമ്മളൊന്ന് മുഖവിലക്ക് എടുത്തുകൊണ്ട് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഒരു പരിശോധന നടത്തുക. നമ്മൾ ശരിയായ മാർഗത്തിലാണോ? നമ്മൾ ശരിയായ വിശ്വാസത്തിലാണോ? നമ്മൾ ശരിയായ കർമ്മത്തിലാണോ എന്ന്. അതിനായി നാം പരിശോധനക്കായി നാം
പ്രയോജനപ്പെടുത്തേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ആ നബി വചനമാണ്. അതായത് പൂർവ്വസമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും. അതിൽ 72 നരകത്തിലേക്കും 1 മാത്രം സ്വർഗത്തിലേക്കും ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബിവര്യന്മാർ ചോദിക്കുകയുണ്ടായി, ആ സ്വർഗത്തേക്ക് ഉള്ള ആ വിഭാഗം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയാണ് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതോ ഒരു മാർഗത്തിലാണോ ആ മാർഗം, അതാണ് വിജയത്തിൻ്റെ മാർഗം, അതാണ് സ്വർഗത്തേക്കുള്ള മാർഗം. പേര് കൊണ്ടോ അല്ല, സംഘടന പേര് കൊണ്ടോ അല്ല, സംഘടന പേര് അല്ല അവിടെ പറഞ്ഞത്. അപ്പോൾ ഏത് സംഘടനയാണ് സ്വർഗത്തിലേക്ക് എന്നല്ല. ഈ 73-ൽ 1 മാത്രമാണ് സ്വർഗത്തിലേക്ക് മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നവർ, ബാക്കി 72 നരകത്തിലാക്കുകയാണ് എന്ന് പറയുമ്പോൾ ഗൗരവത്തോടു കൂടി ആ കാര്യം നാം മനസ്സിലാക്കി നാം നമ്മെ പുനഃപരിശോധിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ വിശ്വാസവും ഒക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന വിശ്വാസമാണോ, അത് തഫ്സീറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന വിശ്വാസമാണോ നമ്മുടെ വിശ്വാസം? ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിവര്യന്മാർക്ക് കർമ്മങ്ങൾ ചെയ്യുവാൻ, ഇബാദത്ത് ചെയ്യുവാൻ പഠിപ്പിച്ചു കൊടുത്തു, അപ്രകാരം തന്നെയാണോ നാം ഇബാദത്ത് ചെയ്യുന്നത് എന്നുകൂടി നാം പരിശോധിക്കേണ്ടതുണ്ട്. കർമ്മം പരിശോധിക്കേണ്ടതുണ്ട്, വിശ്വാസവും പരിശോധിക്കേണ്ടതുണ്ട്. വിശ്വാസം പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ച് പഠിച്ച അതിന് തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്, സ്വഹീഹായ തഫ്സീറുകൾ, അതും പഠിച്ചറിയാം. പിന്നെ അത് പ്രകാരം എങ്ങനെ കർമ്മം ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ പഠിപ്പിച്ചു കൊടുത്തത്, ആ കർമ്മങ്ങൾ പഠിച്ചറിയുക. അത് പ്രകാരമാണോ നമ്മുടെ കർമ്മങ്ങൾ, നാം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ എന്ന് നാം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വശറൽ ഉമൂരി മുഹദസാതുഹ, മതകാര്യങ്ങൾ ഷർറായത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാവുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി നൽകിയ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്രകാരമാണോ വഹി നൽകി അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ജീവിതത്തിൽ പ്രാപ്തമാക്കി കാണിച്ചു കൊടുത്തു. സഹാബിമാർക്ക് മുമ്പിൽ എങ്ങനെ അമൽ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. നബി സാഹിബത്ത് മേവിച്ച മാർഗം ഏതെങ്കിലും ഒരാൾ പ്രവർത്തിച്ചതല്ല, ഏതെങ്കിലും ഒരു സഹാബി പ്രവർത്തിച്ചതല്ല, ഒരു ഏകോപനം ഉണ്ടാകും, ഒരു അംഗീകാരം ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗല്, കൽപ്പനകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫഅൽ, പ്രവൃത്തികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗന അനുവാദം, ഇതാണ് നബിചര്യ, അസുന്നത്ത്. അത് സ്വീകരിച്ചവരാണ് അൽ ജമാഅത്ത്. അപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നബി സാഹിബത്ത് മേവിച്ച മാർഗം സ്വീകരിച്ചവർക്കാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പേര് പറയേണ്ടത്. നബി സാഹിബത്ത് മേവിച്ച മാർഗം, ആ മാർഗമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമുള്ളവർ തിരഞ്ഞെടുക്കേണ്ടത്. അവിടെയാണ് നാം അടിവര ഇടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾ വിട്ടേച്ചു പോകുന്നു. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമ, അത് 2 നിങ്ങൾ മുറുകെ പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചാൽ
പരിശുദ്ധ കിതാബല്ലാഹ് റസൂലി, അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാകുന്നു, നബിചര്യകളുമാകുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിചര്യകൾ നമ്മൾ പഠിച്ചറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പോലെ ജീവിതത്തിൽ പ്രാപ്തമാക്കുക. എങ്കിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. സഹബീരന്മാരുടെ കൂടെ അല്ലാഹു തആല അനുഗ്രഹിച്ചവരുടെ കൂടെ നമുക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അതിന് വിപരീതമായി നാം ജീവിച്ചാൽ, നമ്മളിഷ്ടത്തിന് നല്ലത് എന്ന് കരുതി നാം പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ പൂർവികന്മാരെ വാപ്പാപ്പന്മാർ പ്രവർത്തിച്ചു പോകുന്നു, അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു, അവരൊക്കെ ഉത്തമന്മാരാണല്ലോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? വിധി പ്രഖ്യാപിക്കുന്നു. ആരാണ് ഉത്തമൻ, ആരാണ് വഴിവെച്ചത് എന്ന് നമ്മൾക്ക് തീരുമാനിക്കുവാൻ സാധിക്കുകയില്ല. അതിന് അധികാരം അള്ളാഹുവിനാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. കുറേ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് അത്. മനുഷ്യന്മാരൊക്കെ തന്നെ ഒഴിച്ചു പോകാനുള്ള ഒരു സുപ്രധാന കാരണം പൂർവികന്മാരായ മഹാന്മാരായ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു? ചില ആളുകളൊക്കെ മഹാന്മാരെ കാണുകയും അവരൊക്കെ നേർമാർഗത്തിലാണെന്ന് നമ്മളെന്ത് ചെയ്യുന്നു? വിശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്കങ്ങനെ ആരാണ് സ്വർഗത്തിലേക്ക്, ആരാണ് നരകത്തിലേക്ക് എന്നുള്ള വിധി പ്രഖ്യാപിക്കുവാൻ സാധിക്കുകയില്ല. ആരാണ് ഔലിയ, ആരാണ് ഔലിയ അല്ലാത്തവൻ, ആരാണ് സ്വർഗാവകാശി, ആരാണ് നരകാവകാശി, അവരുടെ സ്വർഗത്തിൽ അവരുടെ സ്ഥാനമെന്ത്, നരകത്തിലെ സ്ഥാനമെന്ത് എന്നൊന്നും നമുക്ക് നിശ്ചയിക്കുവാൻ ഒരു തെളിവും ഇവിടെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ശേഷം വഹി നിലച്ചുപോയി. നമുക്കെന്തല്ല, ഒരാളെ കണ്ടുകൊണ്ട് അദ്ദേഹം മഹാനവറുകളാണ്, അദ്ദേഹം ധാരാളമായി ഗ്രന്ഥങ്ങൾ രചിച്ച ആളാണ്, വളരെയധികം തത്വ പ്രകാരം ജീവിച്ച ആളായിരുന്നു, മഹാനാണ്, ജനങ്ങൾക്ക് മഹാൻ എന്ന് പറയുന്നുണ്ട് എന്ന് കരുതി പണ്ഡിതന്മാരെ പിൻപറ്റി ജീവിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞിട്ടില്ല. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ആരാണ് ഉത്തമന്മാർ, ആരാണ് മോശക്കാർ എന്ന് നമുക്ക് പരിശോധിച്ചറിയുവാൻ ഒരു മാർഗവുമില്ല. അക്കാരണത്താൽ നമുക്കെന്തായിക്കൂടാ? ഒരു കൂട്ടരെ മഹാന്മാരായി കാണാനോ മറ്റൊരു കൂട്ടരെ മോശക്കാരെ കാണുവാനോ അവകാശമില്ല. എത്ര തന്നെ മഹാനായ ആളായാലും ശരി, അവസാനത്തിൽ അദ്ദേഹം വഴിച്ചു പോകാം, നരകത്തിൽ അവകാശിയായേക്കാം. എത്ര തന്നെ മോശപ്പെട്ട ആളായാലും ശരി, അദ്ദേഹം നേർവഴിയിലേക്ക് വന്നേക്കാം, സ്വർഗത്തിൻ്റെ അവകാശിയായേക്കാം. അതിന് ധാരാളമായ തെളിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കാർക്കും എന്തല്ല വൈബറിയില്ല, മറഞ്ഞ കാര്യം അറിയില്ല. വൈബറിയൻ അള്ളാഹുവാണ്. പ്രവാചകന്മാർക്ക് അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തിരുന്നു. പ്രവാചകന്മാരെന്ത് ചെയ്തു? കാലഘട്ടം കഴിഞ്ഞു. അവസാനത്തെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞുപോയി. ഇനി വഹി ഇല്ല. അപ്പം അത്തരം കാര്യങ്ങൾ വഹി മുഖേനയല്ലാതെ നമുക്ക് ചെയ്യുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, പൂർവികന്മാരായ വാപ്പന്മാരൊക്കെ നേർമാർഗത്തിലാണ്. അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പലകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും അക്കാര്യം ചെയ്യാം എന്ന് നമ്മൾ കൂടാ, ഊഹിച്ചുകൂടാ, സങ്കല്പിച്ചുകൂടാ. കാരണം അവരെ ഞാൻ പിൻപറ്റി ജീവിച്ചാൽ ഒരു പക്ഷേ നമ്മൾ വഴിവെച്ച് പോയേക്കാം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പൂർവ്വപ്രവാചകന്മാരൊക്കെ തന്നെ പറഞ്ഞ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുല്ലാഹ് വഅത്വഈനി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, എന്നെ പിൻപറ്റുക. അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നെ പിൻപറ്റുക. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാൽ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കുക, ആ വിശ്വാസപ്രകാരം വിരോധിച്ച കാര്യങ്ങൾ വിട്ടു നിൽക്കുക, ആ വിശ്വാസപ്രകാരം വിശ്വസിക്കുക, ഖുർആൻ്റെ വിശ്വാസപ്രകാരം വിശ്വസിക്കുക, കർമ്മങ്ങൾ
നിങ്ങൾ ചെയ്യാൻ പറഞ്ഞ പോലെ കർമ്മങ്ങൾ ചെയ്യാം. ഏതൊരു കാര്യങ്ങൾ വിരോധിച്ചു അതിന് വിട്ടു നിൽക്കുക. മാത്താക്കും റസൂൽ മുസ്തഫ കൊണ്ടുവന്ന് മാതൃകയായി കാണിച്ചു തന്നാൽ സ്വീകരിക്കുക. അമ്മാ നഹാക്കും അനുഭവന്ധവും വിരോധിച്ച കാര്യം വിട്ടു നിൽക്കുക. അത് ഫത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ്. അത്യുഇനി, എന്നെ പിൻപറ്റുക, പ്രവാചകനെ പിൻപറ്റുക. ഇതാണ് എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തോട് പറഞ്ഞത്. നൂഹ് നബി അലൈഹി ഇസ്ലാം മുതൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഈ ലോകത്തോട് പറഞ്ഞ സന്ദേശമാണ് എന്ത്? അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. മാലക്കും ഇലാഹിൻ ഓരോ, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനും ഇല്ല. അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? ഇതായിരുന്നു എല്ലാ പ്രവാചകന്മാരോടും ഈ ലോകത്തോട് പറഞ്ഞത്. അപ്പോഴോ നമുക്ക് മാതൃകയായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചു. മാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ, ഒറ്റ പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചിട്ടില്ല. മാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ, ഒരൊറ്റ പ്രവാചകന്മാരെയും അള്ളാഹു തആല അയച്ചിട്ടില്ല. എന്തിനു വേണ്ടിയിട്ട്? തൗഹീദ് പ്രവാചനം ചെയ്യുവാനായിട്ടല്ലാതെ, അല്ലെങ്കിൽ ആ പ്രവാചകനെ പിൻപറ്റി ജീവിക്കണം എന്ന് കൽപ്പിച്ചുകൊണ്ട് അല്ലാതെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധകർഹനായി മറ്റാരുമില്ല. ആ സന്ദേശം ജനങ്ങൾക്ക് പ്രവാചനം ചെയ്തുകൊണ്ടല്ലാതെ ഒറ്റ പ്രവാചകനെയും ഇങ്ങോട്ട് അയച്ചിട്ടില്ല. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെയും ഒറ്റ പ്രവാചകനെയും ഇങ്ങോട്ട് അയച്ചില്ല. മാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇذനില്ലാഹ്, അള്ളാഹുവിൻ്റെ ഉത്തരപ്രകാരം കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ ഒറ്റ പ്രവാചകനെയും അള്ളാഹു ഇങ്ങോട്ട് നിയോഗിച്ചിട്ടില്ല. അപ്പോൾ പ്രവാചകനെയാണ് പിൻപറ്റി ജീവിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. എന്നല്ലാതെ പൂർവീകന്മാരെ, വാപ്പപ്പാപ്പന്മാരെ, മഹാന്മാരെ പിൻപറ്റി ജീവിച്ചാൽ വഴിവെച്ച് പോകും. അവരിൽ എന്ത് ചെയ്യാം? നല്ല നല്ല കാര്യങ്ങളും അവരിലൂടെ നമുക്ക് കണ്ടെത്താം. അതേപോലെ തന്നെ മോശപ്പെട്ട കാര്യങ്ങളും അവരുണ്ടായേക്കാം. എല്ലാ മനുഷ്യന്മാരും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരിൽ ഒഴിവ് അല്ലാഹു തആല മനുഷ്യന്മാരെ കൂട്ടി നൽകിയിട്ടുള്ളത് പ്രവാചകന്മാർക്കാണ്. ഇനി പ്രവാചകന്മാരെ ഇല്ലല്ലോ. അപ്പോൾ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി ഇനി എന്തല്ല, പുതിയൊരു പ്രവാചകൻ നമുക്ക് വരാനില്ല. അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ തന്നെ സാധാരണക്കാരായ ആളുകളാണ്. അവർക്കൊക്കെ എത്ര പണ്ഡിതനായാലും തെറ്റുകുറ്റങ്ങൾ പറ്റും. തെറ്റുകുറ്റങ്ങൾ പറ്റുന്നവർ ഉത്തമന്മാർ പ്രസവിക്കുന്നവരാണ്. അവരൊക്കെ ഇസ്തിഗ്ഫാറത്ത് ചെയ്തുകൊണ്ടിരിക്കും, പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ പിൻപറ്റി പോയിട്ടുണ്ടെങ്കിൽ, ഉമ്മവാപ്പന്മാരെ, പൂർവികന്മാരെ, പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റിയാൽ എന്തു ചെയ്യുന്നു? അവർക്ക് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നമുക്കും വന്നു പോകും. അതുകൊണ്ടാണ് പ്രവാചകനെ പിൻപറ്റണം എന്ന് ആവർത്തിച്ച് ഖുർആൻ പറയുന്നത്. പ്രവാചകന്മാർക്ക് തെറ്റുകുറ്റങ്ങളൊന്നും പറ്റുകയില്ല. അവരെ മാതൃകളായും കൊണ്ടാണ് അള്ളാഹു നമുക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ ആ മാതൃകാ ജീവിതം നമ്മൾ എന്ത് ചെയ്യണം? പ്രവാചകനോട് സ്വീകരിക്കണം. പ്രവാചകന്മാരുടെ മാതൃകാ ജീവിതം സ്വീകരിച്ചവരാണ് സഹാബിവര്യന്മാർ. അക്കാര്യം അള്ളാഹു തആല എടുത്തുദ്ധരിച്ചു. സഹാബിവര്യന്മാരെ പറ്റി പറയപ്പെട്ടു, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. അപ്രകാരം ഞങ്ങൾ നാം ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. ആരെ? സഹാബിവര്യന്മാരെ. എന്തിനു വേണ്ടിയിട്ട്? ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകാ സാക്ഷികളാവുവാൻ വേണ്ടി. വയകൂന റസൂലു അലൈക്കും ഷഹീദ, റസൂൽ നിങ്ങൾക്ക് മാതൃകാ സാക്ഷിയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാതൃക സഹാബിവര്യന്മാർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി
നബി സാഹിബ് തേജ മാർഗം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സാഹിബത്തും ഏതൊരു മാർഗത്തിനും ആ മാർഗം, അതാണ് സ്വർഗത്തേക്കുള്ള മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചെന്ന ആ മാതൃകാ ജീവിതം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് പഠിച്ചറിയണം. അതിൽ പെടാത്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുകയുണ്ടായി. ഷറൽ ഉമൂർ, മതകാര്യങ്ങൾ ഷറായ കാര്യം മുഹദഹതുഹ, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യമാകുന്നു. പുതിയതായി നിർമ്മിച്ചുണ്ടാക്കുക. സ്വർഗത്തേക്ക് കടക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാ തറക് ഷൈഅൻ യുഖർരിബുകും ഇലല്ലാഹി തആല ഇല്ലാ വഖദ് അമർതുകും ബിഹി, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ആവശ്യമായ ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കാതെ ഞാൻ വിട്ടു കളഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാ കാര്യം പൂർത്തിയാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ കാര്യം പറഞ്ഞു, അൽ യൗമു അക്മൽതു ലക്കും ദീനക്കും, ഇന്നത്തെ ദിവസം നിങ്ങൾ ദീനെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ദീനെ പൂർത്തിയാക്കി തന്നു. ആ പൂർത്തിയാക്കി ദീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ നബിയും സാഹിബ് ചോദിച്ച മാർഗം, ആ മാർഗമാണ് വിജയത്തിൻ്റെ മാർഗം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൽ പെടാത്തത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയാൽ അത് ഷറൽ ഉമൂർ, മതകാര്യങ്ങൾ ഷറായ കാര്യമാകുന്നു. ഷറൽ ഉമൂരി മുഹദഹതുഹ, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയത്. അപ്പോൾ അള്ളയും അള്ളാഹു റസൂലും പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ പുതുതായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നിർമ്മിച്ചുണ്ടാക്കി. അത് നല്ലതാണ് എന്ന് കരുതി നമ്മൾ നിർമ്മിച്ചുണ്ടാക്കിയാൽ അത് ഷറാവുന്നു. ഷറൽ ഉമൂർ, മതകാര്യങ്ങൾ ഷറാവുന്നു. മുഹദഹതുഹ, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഷറായ കാര്യങ്ങളാണ് എന്നാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ. അപ്പോൾ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യങ്ങൾ ബിദ്അത്താണ്, വലാലത്താണ്, അത് വഴിച്ച മാർഗമാകുന്നു എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്തി പറഞ്ഞു. വശറൽ ഉമൂരി മുഹദഹതുഹ വകുല്ല മുഹദസത്തിൻ ബിദ്അ, എല്ലാ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യം ബിദ്അത്താവുന്നു. വകുല്ല ബിദ്അത്തും വലാല, ബിദ്അത്തുകൾക്ക് വലാലത്ത് വഴിച്ച മാർഗമാകുന്നു. വഴിപറിച്ച മാർഗത്തിലൂടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ സ്വർഗത്തിലേക്ക് എത്തുകയില്ല, നരകത്തിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ വിട്ടു നിൽക്കാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടിരുന്ന ഉപദേശങ്ങൾ. കാരണം അതിന് ഗൗരവം, ബിദ്അത്തിന് ഗൗരവം. എന്തായി ബിദ്അത്ത്? നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി ചെയ്യാം. ഉദാഹരണമായിട്ട് സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നസ്കരിക്കാനുണ്ട്. ബാങ്ക് വിളിച്ചതിന് ശേഷം ജമാഅത്ത് തുടങ്ങിയതിന് മുമ്പ് നമ്മൾ 2 റക്അത്ത് സുന്നസ്കരിച്ചു എങ്കിൽ, പിന്നീട് വീട്ടിൽ വെച്ച് നമസ്കരിച്ചത് എങ്കിൽ പള്ളിയിലേക്ക് വരികയാണ് ജമാഅത്ത് നമസ്കരിക്കാനെങ്കിൽ, പിന്നീട് എന്ത് ചെയ്യുന്നത്? പള്ളിയിൽ നമ്മൾ കുറേ സമയമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ജമാഅത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ, ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? 2 റക്അത്ത് സുന്നത്ത് കൂടുതൽ നമസ്കരിക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമുണ്ട്, നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാതെ ഇരിക്കരുത് എന്ന്. അതിനൊരു സ്ഥാനത്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു. ആ പള്ളിയിൽ കയറി ഉടനെ അവിടെ ഇരുന്നു. അപ്പോൾ എന്തായി? ആദ്യം വീട്ടിൽ നിസ്കരിച്ചു, സുബഹി ബാങ്ക് കൊടുത്ത ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച്, സുബഹിയുടെ സുന്നത്ത്. പിന്നെ പള്ളിയിൽ വന്ന് പള്ളിയിൽ ഇരിക്കണമെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ആ നിർദ്ദേശം പറയാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു എങ്കിൽ ഇത് രണ്ടും എന്താവുന്നു? ഇതൊക്കെ ലഭിച്ചതിൽപ്പെട്ട സുന്നത്താണ്. കൂടാതെ വീണ്ടും ഇനിയും കുറേ സമയമുണ്ടല്ലോ എന്ന് കരുതി ഒരാൾ ചെയ്യുന്നു, ഈരണ്ടീച്ച റക്അത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ജമാഅത്ത് വരെ. ജമാഅത്തിന് സമയം ആയിട്ടില്ല, ഇനിയും സമയമുണ്ട് എന്ന് കരുതി വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ എന്താവുന്നു? നല്ല കാര്യമല്ല ചെയ്യുന്നത്. ചിന്തിച്ചു കരുതി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ? അത് ബിദ്അത്താവുന്നു, വലാലത്താവുന്നു. ഇതാണ്. അപ്പോൾ മോശപ്പെട്ട കാര്യമല്ലല്ലോ ചെയ്തത് എന്ന പോലെ. അപ്പോൾ എന്താണ് ഗൗരവം? അതിന് ഗൗരവം വളരെ വളരെ അപകടമാണ്. കാരണം ലാ യഖ്ബലുല്ലാഹു സാഹിബുൽ ബിദ്അത്തി സർഫുൻ അലാദില കമ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
സ്വഹീഹായ ഒരു വചനമാണ്. അത് ഗൗരവം പറയണം, ബിദഅത്തിന് ഗൗരവം. ബിദഅത്ത് ചെയ്യുന്നതിൻ്റെ അമലുകളൊന്നും അള്ളാഹു സ്വീകരിക്കൂല. അതായത് ഇപ്രകാരം ഞാൻ മുകൾ വിസ്തരിച്ച് നല്ലൊരു കാര്യമാണല്ലോ ചെയ്തത് നമ്മുടെ കാഴ്ചപ്പാടില്ലേ. അങ്ങനെ തെറ്റായൊരു കാര്യമല്ലല്ലോ അതെ ആ ചെയ്തത്. ആവർത്തിച്ച് ഈ ടീച്ചറൊക്കെ സുന്നത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാഴ്ചപ്പാടിൽ നല്ല കാര്യമാണ്. പക്ഷേ അത് ബിദഅത്താണ് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ബിദഅത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അമലുകളൊന്നും തന്നെ സ്വീകരിക്കൂല. എന്ത്? ഫർള നമസ്കാരം സ്വീകരിക്കൂല, ഫർള നോമ്പ് സ്വീകരിക്കൂല, ഹജ്ജ് സ്വീകരിക്കൂല, സക്കാത്ത് സ്വീകരിക്കൂല. എങ്കിൽ പിന്നെ നമ്മൾ മുസ്ലിമായി ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതാണ് ബിദ്അത്തിൻ്റെ ഗൗരവം. അത് നമ്മൾ മനസ്സിലാക്കുക. ബിദ്അത്തിൽ നിന്നും എന്ത് ചെയ്യുക, മനുഷ്യന്മാർ വിട്ടുനിൽക്കൂല. കാരണം അത് നല്ല കാര്യമാണല്ലോ. നേരെ തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു, ഒരു തോന്നിയാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അത് തെറ്റാണെന്ന് ബോധത്തോടു കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ നിർത്തി നല്ല ആളായി ജീവിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വരും. എന്നാൽ ഇതേപോലെയുള്ള ബിദ്അത്തുകൾ ഒരാൾ ജീവിതത്തിൽ പാത്തിമാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ വിട്ടു നിൽക്കുവാൻ അവന് തോന്നുകയില്ല. കാരണം നല്ല പണി നല്ലതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെയുള്ളൊരു ബിദ്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുക എന്നുള്ളത്. അത് പറയാനാണ് ഞാൻ ഇത്രയും സമയം ചെലവഴിച്ചത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം കൊണ്ടാടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ പഠിപ്പിച്ചു കൊടുത്തില്ല. നബിയെ സ്നേഹിക്കണം, അങ്ങേയറ്റം സ്നേഹിക്കണം. നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ നബിയെ സ്നേഹിക്കണം. എങ്കിലും നമ്മൾ എന്തോ ആവുള്ളൂ, മുഅ്മിനാവുകയുള്ളൂ, മുസ്ലിം ആവുകയുള്ളൂ. അതെങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ പാത്തിമാക്കിയാണ് നബിയെ സ്നേഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അമലുകൾ അപ്രകാരം പ്രവർത്തിച്ചുകൊണ്ട്, പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല. ജന്മദിനം കൊണ്ടാടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നില്ല. അതുകൊണ്ട് ആ ജന്മദിനത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നല്ലതാവട്ടെ ചീത്തയാവട്ടെ, ഹറാമായ നിലക്കുള്ള പണം ചെലവഴിക്കുന്ന പല പരിപാടികളുണ്ട്. ഹലാലായത് തന്നെയാവട്ടെ, അത് മുഴുവനും എന്താവുന്നു, ഹലാലായ പരിപാടികൾ മുഴുവനും എന്താവുന്നു ബിദ്അത്താണ്, ദലാലത്താണ്, വഴിച്ച മാർഗ്ഗമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സാഹിബന്മാരോ 300 നൂറ്റാണ്ടുകളിൽ ജീവിച്ച അടുത്ത നൂറ്റാണ്ടുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത നൂറ്റാണ്ട് ആരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. അവർക്കൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം ഇല്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി പറയാണ്. അപ്പോൾ പറയ പ്രവാചകരെ, ഇൻ തുഹിബ്ബൂനല്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റുക, പ്രവാചകനെ പിൻപറ്റുക, എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം കൊണ്ടാടിയിട്ടില്ല, കൊണ്ടാടുവാൻ സാഹിബന്മാരോട് കൽപ്പിച്ചിട്ടുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടിയപ്പോൾ മൗനാനുവാദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചും ചെയ്തിട്ടില്ല. ഖൗലിലുമില്ല, ഫെയിലിലുമില്ല, മൗനാനുവാദത്തിലുമില്ല. സാഹിബന്മാരും കൊണ്ടാടിയിട്ടുമില്ല. നമ്മളാൾക്കാരേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് സാഹിബന്മാരായിരുന്നു. സ്വന്തം ശരീരം കൊണ്ട് അമ്പുകൾ തടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പ് ഏൽക്കാതെ സ്വന്തം മാറ് കാണിച്ചു കൊടുത്ത് അമ്പുകൾ തടഞ്ഞു. അങ്ങനെ അവർ ഷഹീദായി. അങ്ങനെയുള്ള സാഹിബന്മാർ, അവരെ പിൻഗാമികൾ ആരും തന്നെ എന്ത് ചെയ്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുക എന്നുള്ളത് ബിദ്അത്താണ്, ദലാലത്താണ്, വഴിച്ച മാർഗമാകുന്നു എന്ന് പറയുവാനാണ് ഞാൻ ഇത്രയും നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദ്അത്തിൻ്റെ ഗൗരവം
പഠിപ്പിച്ച് തരുവാനായി വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിൽ നിന്നും ഒരായത്തോതി, എന്നിട്ട് അതിൻ്റെ വിശദീകരണം പറയുകയുണ്ടായി. അക്കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്ത് മാഇദയിൽ ഒരായത്ത് ആണുങ്ങൾ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നുണ്ട്. ഈ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനി ഇസ്രായേൽക്കാർക്ക് വന്ന അബദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. അത്തരത്തെ അബദ്ധങ്ങൾ പിന്നീടിലേക്ക് വരും, വരാതിരിക്കുവാനായി ഒരു മുൻകരുതലായി കൊണ്ടാണ് പറയുന്നത്. സൂറത്ത് മാഇദയിലൊരായത്ത്. അവരെങ്ങനെയായിരുന്നു, അവരുടെ സ്വഭാവം എടുത്തിരിക്കുകയാണ്. കാനു ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലു. അവർ ആയിരുന്നില്ല, പരസ്പരം വിരോധിക്കുന്നവരായിരുന്നില്ല. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുങ്കറത്തായ കാര്യങ്ങൾ, അല്ലാഹും റസൂൽ വെറുക്കപ്പെട്ട കാര്യങ്ങൾ, അവർ പരസ്പരം വിരോധിച്ചിരുന്നില്ല എന്നാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ അവരെ സംബന്ധിച്ച് പ്രസ്താവിച്ചത്. അത് എത്ര ചീത്ത അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ചീത്തയാകുന്നു എന്നാണ് തുടർന്നുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ ആ ചീത്ത പ്രവർത്തനം നിങ്ങളിൽ ഉണ്ടായിക്കൂടാ. അതായത് സത്യവിശ്വാസികൾ പരസ്പരം ഉപദേശിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. പക്ഷേ തിന്മ വിരോധിക്കുമ്പോഴേ അത് പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അത് നമ്മൾ നോക്കേണ്ടതില്ല. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട. ഒരാൾ തിന്മ ചെയ്യുന്ന കണ്ടാൽ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തടയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി. നമുക്ക് കുട്ടികൾ, നമ്മളെ പേരമക്കൾ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ, നമ്മൾ താഴെയുള്ള ആളുകൾ എന്തെങ്കിലും തിന്മ എന്ന് കണ്ടാൽ കൈകൊണ്ട് തടയണം. അതിലും തസ്തതി, അതിന് സാധിച്ചില്ലെങ്കിൽ ബിലിസാനി, നാവ് കൊണ്ട് തടയണം. എന്ന് പറഞ്ഞ് ആദ്യത്തെ ചെയ്യരുത്, ചെയ്യരുത്, അനാചാരമാണ്, ഹറാമാണ്, അല്ലാഹു വിരോധിച്ച കാര്യമാണ്, വഴിച്ച മാർഗമാണ് എന്നിങ്ങനെ നമ്മൾ പറയണം. ഫൈലം തസ്ത, ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കണം. അതാണ് ഈമാനിലെ ഏറ്റവും ബലഹീനമായ വിശ്വാസം എന്നുകൂടി ചേർത്തി പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയുക അത് തെറ്റാണ്, അത് ചെയ്യരുത്, അത് വിട്ടു നിൽക്കണം. എന്നിട്ട് നമ്മളും ചെയ്യുക, അതിന് വിട്ടു നിൽക്കണം. കാരണം ഈ ആയത്തിന് തഫ്സീറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീർ പറയണം. എന്തിന്? ബനി ഇസ്രായേൽക്കാർക്ക് സംഭവിച്ചു പോയ അപകടങ്ങൾ അതെന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന് സംഭവിക്കാൻ പാടില്ല. അതിന് മുൻകരുതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ചരിത്രം എടുത്തുവച്ചിരിക്കുകയാണ്. നമ്മൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഓതാറുണ്ടല്ലോ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപ്പിക്കൊണ്ട പാതിയിലുമല്ല. ആരായി കോപ്പിക്കപ്പെട്ടത്? ബനി ഇസ്രായേൽക്കാരാണ്, ജൂത ക്രിസ്ത്യാനി. ഈസാ നബി ഇസ്ലാമിൻ്റെയും മൂസാ നബി ഇസ്ലാമിൻ്റെയും പിൻഗാമികൾ അവരാണ്. കോപ്പിക്കപ്പെട്ട പാതയിലല്ല. എന്തിനാണ് കോപ്പിച്ചത്? അല്ലാഹു തആല ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു, ഉള്ള കാര്യങ്ങൾ വെട്ടിച്ചുരുക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ കോപ്പിച്ചു, ലഅനത്ത് ചെയ്തു, കാഫിറുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു. അക്കാര്യം അല്ലാഹു എടുത്തുദ്ധരിക്കുന്നതിൽ അനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാൻ ദാവൂദ ഈസാ ഇബ്നു മറിയം. ഈസാ നബി ഇസ്ലാമും ദാവൂദ് നബി ഇസ്ലാമും നാവിലൂടെ ശപിക്കപ്പെട്ടു. അത്തരത്തിലുള്ള ബനി ഇസ്രായേൽക്കാരെ കാഫിറുകളെ കാഫിറായിട്ട് തള്ളിക്കളയാണ് ഉണ്ടായത്. ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഉള്ള കാര്യങ്ങൾ വെട്ടി ചുരുക്കി പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റി അവർ ജീവിച്ചു. അവരുടെ സ്വേഷ്ടപ്രകാരം അല്ലാഹുവിൻ്റെ പ്രവാചകനെ പിൻപറ്റി ജീവിച്ചില്ല. അതുകൊണ്ട് ആക്ഷേപിച്ചാണ് പറയുന്നത്. അപ്പോൾ അവരിൽ എപ്രകാരത്തിലാണോ
തെറ്റുകുറ്റങ്ങൾ, ദൂഷ്യങ്ങൾ, അനാചാരങ്ങൾ വന്ന് കയറി അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിലും വന്നു ചേരും. അത് സൂക്ഷിക്കണം എന്നതിനാണ് അല്ലാഹു തആല ഇക്കാര്യം ഖുർആനിലൂടെ തഫ്സീറായി ഹദീസായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹദീസിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായി നമുക്ക് കാണാം. ഏത് കാനു ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു എന്ന് തുടങ്ങുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുണ്ടായി, ഇന്ന അവ്വല മാ നഖ്സു അല ബനി ഇസ്രായീല, ബനി ഇസ്രായേൽക്കാർക്ക് ആദ്യമായി വന്ന ദൂഷ്യം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണം ഹദീസിലൂടെ. ഇന്നഹു റജുലു യൽഖ റജുല ഫയഖൂലു യാ ഹാദാ ഇത്തഖില്ലാഹ് ഫദമ. ഒരാളെ കണ്ടുമുട്ടി, അപ്പോഴെന്ത് ചെയ്യുന്നു, അയാൾ ചീത്തപ്രകാരം ഒരു ബിദഅത്ത് അനാചാരം ചെയ്യുന്നതായി കാണുമ്പോൾ, അള്ളാഹു വെറുക്കപ്പെട്ടൊരു കാര്യം വന്ന് കാണുമ്പോൾ അയാൾ പറയും, മനുഷ്യ, ഇത് നീ ഉപേക്ഷിക്കുക, അള്ളാഹു സൂക്ഷിക്കുക, ഉപേക്ഷിക്കുക, വിരോധിച്ച കാലം വിട്ടു നിൽക്കുക, ഈ അനാചാരങ്ങൾ വിട്ടു നിൽക്കുക, ഇത് അള്ളാഹു റസൂൽ പഠിപ്പിച്ച കാര്യമല്ല എന്നെന്ത് ചെയ്യുന്നു, അവനോട് ഉപദേശിക്കും. അത് നിനക്ക് ഹലാലല്ല, അനുവദനീയമല്ല, ഹറാമാണ്. പിന്നീട് എന്ത് ചെയ്തു, പിറ്റേ ദിവസം സുമ്മൽഖാഹു മിൻ ഖദിൻ വഹു അലാ ദാലിക് ഹലി. പിറ്റേ ദിവസം അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ അവർ അതേമായി തന്നെ അതേ പ്രവർത്തനത്തിൽ ആണ് എന്ന് മനസ്സിലാക്കുക. ഒന്നുകിൽ ജന്മദിനം കൊണ്ടാടുകയാണ്, അല്ലെങ്കിൽ നമസ്കരിച്ചിരുന്നതിന് ശേഷം ഒരാൾ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ ആമീൻ പറയുന്നു. മുസ്ലിം പഠിപ്പിച്ചു തരാത്തൊരു കാര്യമാണുള്ളത്. അല്ലെങ്കിൽ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ മുസ്ലിം പഠിപ്പിച്ചതിൽ കൂടുതലായിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചു തരാത്ത സമസ്തക്കാർക്ക് ചെയ്തു വരുന്ന ഇസ്തിഹാസ, മരിച്ചവരുടെ സഹായ അഭ്യർത്ഥന, വഫാത്തായ പ്രവാചകങ്ങളുടെ പാപമോന്തേട്ടം, അല്ലെങ്കിൽ മടവൂരാണ് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിൻ്റെ സിഫത്ത് വഹിച്ചു കൊടുക്കുക, അള്ളാഹല്ലേ ലോകം നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതിന് പകരം മടവൂരാന്ന് പറയാം, മടവൂരാണ് പഠിച്ചോന്ന് പറയാം. ഇത്തരം കാര്യങ്ങൾ പറയരുത്, ചെയ്യരുത്, പ്രവർത്തിക്കരുത്. പ്രാർത്ഥന ആരാധനയാവുന്നു, ആരാധിക്കാൻ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവാണ് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിനെ പഠിച്ചോൻ എന്ന് വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ അത് കേൾക്കാതെ വീണ്ടും അതിന് വിപരീതമായി അത് ഇസ്തിഹാസയാണ്, തവസ്സുലാണ്, അള്ളാഹുലേക്ക് അടുപ്പിക്കാനുള്ള മാർഗ്ഗമാണ്. ആ മഹാന്മാരൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ, അവർക്ക് നമ്മൾ ശുപാർശക്കാരാണ്, അവരെ മുഖ്യ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കാൻ ആണ് ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പൂർവികന്മാർ ചെയ്ത്. അവരൊക്കെ നിർമാർഗ്ഗത്തിലാണ്, ഞങ്ങൾ വാപ്പവാനങ്ങ് ചെയ്ത് പോന്നേരുന്നവരാണ്, അവർ മൗലൂദ് ഓതിക്കൊണ്ടിരുന്നവരാണ്, അവർ ജന്മദിനം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു എന്നിങ്ങനെ ന്യായം പറഞ്ഞുകൊണ്ട് അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വീണ്ടും അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയാൽ അന്ന് ബനി ഇസ്രായേൽക്കാർക്ക് ബാധകമായ അതേ നിയമം നമുക്കും ബാധകമാവും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കൊണ്ട് തഫ്സീറായി ഇങ്ങനെ പറഞ്ഞത്, കാനു ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. സൂറത്തുൽ മാഇദയിലാണ്, ഓർക്കുക. അവരെന്ത് ചെയ്തിരുന്നില്ല, അവർ ചെയ്തിരുന്ന അനാചാരങ്ങൾ പരസ്പരം വിരോധിച്ചിരുന്നില്ല എന്ന് തഫ്സീറായും കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഓർക്കുക, ആവർത്തി മനസ്സിലാക്കുക. ഇന്ന അവ്വല മാ നഖ്സു അലാ ബനി ഇസ്രായീല, ഇസ്രായേൽക്കാരിൽ ആദ്യമായി വന്ന ദൂഷ്യം, അനാചാരം, അപകടം, അതിരിവിടൽ, അനുസരണക്കേട് ഇതായിരുന്നു. എന്തായിരുന്നു? ഇന്നഹു കാന റജുലു യൽഖാ റജുല, ഒരാളെ കണ്ടുമുട്ടിയാൽ അദ്ദേഹം ഒരു അനാചാരം ചെയ്യുന്നത് കണ്ടാൽ ഫയഖൂലു, അദ്ദേഹം പറയും, യാ ഹാദാ, മനുഷ്യ, സഹോദര, ഫൈനല അഹ്ലുലക, നിനക്കത് അനുവദനീയമല്ല, ഹറാമാണ് ചെയ്യുന്നത്, അനാചാരമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നീ ഉപേക്ഷിക്കണം എന്നവനോട് പറയും. ഇത്തഖില്ലാ, അങ്ങനെ സൂക്ഷിക്കുക, നീ പ്രവർത്തിക്കൊണ്ട് ഉപേക്ഷിക്കുക, അനാചാരം ഉപേക്ഷിക്കുക, ഇത്തഖില്ലാ, അങ്ങനെ സൂക്ഷിക്കുക. അതാണ് പ്രവാചന മാർഗം സ്വീകരിക്കുക. പ്രവാചനച്ചറിയില്ലാത്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജന്മദിനം കൊണ്ടാടുന്നത് എന്ന് കരുതുക. പിറ്റേ ദിവസം ചെയ്തു അദ്ദേഹത്തെ കണ്ടുമുട്ടു, അദ്ദേഹം ചെയ്യുന്നു
പിറ്റേ ദിവസം അദ്ദേഹത്തെ കണ്ടുകിട്ടുകയുണ്ടായി. ബുഹാല ഹാലി, അതേ പ്രായം തന്നെയാണ് അദ്ദേഹം അനാചാരം ചെയ്തുകൊണ്ട് ജീവിക്കുകയെന്ന് കരുതുക, അല്ലെങ്കിൽ ജാരത്തിന് മുമ്പ് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിശ്വാസികളുടെ വാമോഹം നേടിക്കൊണ്ടിരിക്കുകയാണ്, ഇസ്തിഹാസിൻ്റെ അവസ്ഥയിലാണ്, അവർക്ക് നമ്മളെ ശുപാർശക്കാരാണെന്ന് ന്യായം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ് ഇന്നിരിക്കുക. ബുലൂറാത്തും ഹദ്ദാദും കുത്തുവയ്ത്തൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ സ്ഥിതിയിൽ തന്നെയാണ് എങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ കൂടെ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കൂടുക. അവനെ പറഞ്ഞത് ശരിയാവില്ല, വെറുപ്പിച്ചത് എന്താ കാര്യം എന്ന് കരുതി എന്ത് ചെയ്ത് അവൻ്റെ കൂടെയാണ് കൂടുക. നമ്മൾ പറഞ്ഞു കൊടുത്ത് അവനെ കിട്ടുന്നില്ല, ഓൻ പറഞ്ഞ മാതിരി നമ്മളെ കൂടി കൊടുക്കുക. അത് മനസ്സുകൊണ്ടൊന്ന് എന്ത് ചെയ്തു? ചെറിയ ഇളവ് ചെയ്തോട്ടെ, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമില്ല എങ്കിൽ കേട്ടോ അവൻ്റെ കൂട്ടത്തിൽ അവന് തന്നെ സാഹോദര്യം, കുടുംബബന്ധം സ്ഥാപിക്കുവാനും സാഹോദര്യത്തിനും ഒക്കെ ആയിട്ട് അവൻ്റെ കൂടെ തിന്നാനും കുടിക്കാനും ഇരിക്കാനും നടക്കാനും അവൻ എന്ത് ചെയ്യുക? കൂട്ടായി തന്നെ സ്വീകരിക്കുക. അവൻ തന്നെ അവൻ്റെ എല്ലാം വിട്ടു നിൽക്കാൻ വേണ്ടിയിരുന്നു. അവൻ്റെ കൂടെ തിന്നാനോ കുടിക്കാനോ നടക്കാനോ പോകാൻ പാടില്ല, പ്രത്യേകം എഴുതിയിരിക്കുകയാണ്. പല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. പിറ്റേ ദിവസം കാണുമ്പോൾ അതേ ഹാലിൽ തന്നെയാണെങ്കിൽ പിറ്റേ ദിവസം കാണുമ്പോൾ ഹാലത്തിലാണെങ്കിൽ ആ അനാചാരം ചെയ്യുന്നത് കാരണത്താൽ അവനെ എന്തായിരുന്നു? അവന് കൂട്ടുകൂടാന്നതിന്, അവൻ്റെ കൂടെ തിന്നാനും അവന് കുടിക്കാനൊക്കെ തന്നെ ഇവരെന്ത് ചെയ്യുന്നു? അത് ആകേണ്ടിയിരുന്നു, ഒരു തടസ്സമാകേണ്ടിയിരുന്നു. പക്ഷേ തടസ്സമാകാതെ എന്ത് ചെയ്തു? അവൻ്റെ കൂടെ തിന്നാനും കുടിക്കാനും ഇവരെന്ത് ചെയ്തു? അവൻ ചേർന്നു കൊടുത്തു, പോകാനും നടക്കാനൊക്കെ. ഫലമ്മ ഫാലുദാലിക ദറബല്ലാഹു ഖുലൂബഹും ബഅദുഹും ബഅദൻ. അങ്ങനെ എന്ത് ചെയ്തു? അതുകൊണ്ട് തുടർന്ന് പോയപ്പോൾ അള്ളാഹു തആല എന്ത് ചെയ്തു? ഈ വിരോധിക്കപ്പെട്ട ആളും ഒരു കൂട്ടരും മനസ്സ് ഒരേപോലെ പരസ്പരം സമാനമാക്കി എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി എന്ന സുമ്മ ഖാല ലഅന അല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. ഈസാ നബി ഇസ്ലാമിൻ്റെയും ദാവൂദ് നബി ഇസ്ലാമിൻ്റെയും നാവിലൂടെ ബനി ഇസ്രായേൽക്കാരെ ശപിക്കപ്പെട്ടു എന്നുള്ള ആയത്ത് ഓതുകയും ശേഷം വന്ന ആയത്ത് ഏതായിരുന്നു? കാരണം പറയുകയായിരുന്നു. അവർ അസോബക്കാരനായിട്ട് അവരനുസരിച്ച് പ്രവർത്തിച്ചു, പ്രവാചകൻ പിന്നനുസരിച്ചു, അവരതിരുവിട്ടവരുമായി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു കാനൂ ലാ യതനഹൗന അൻ മുൻകരിൻ ഫഅലൂ. അവർ ചെയ്തിരുന്ന മുൻകർത്തായ കാര്യം, വെറുക്കപ്പെട്ട കാര്യം പരസ്പരം വിരോധിച്ചിരുന്നില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര ചീത്ത ലബീസ മാ കാനൂ യഅമലൂൻ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എത്ര ചീത്ത എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചീത്ത പ്രവർത്തനത്തിലൂടെയാണ് ഇപ്പോൾ ഞങ്ങളാണ് ഭൂരിപക്ഷം, ഞങ്ങളാണ് അഹ്ലുസുന്നത്ത് ജമാഅത്ത് ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്ത് ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളയും അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത അനാചാരങ്ങൾ, നിബിച്ച ജന്മദിന ആഘോഷങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വ്യാപകമായി അത് വിളംബരം ചെയ്ത് നബി സ്നേഹം, പ്രവാചക സ്നേഹം അതാണെന്ന് സാധാരണ വിവരമില്ലാത്ത ആളുകൾ പഠിപ്പിച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നവരാണ് അവർ എന്ന് വ്യാജാന പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാത്തവർ വഴിപ്പിക്കുന്നവരാണ്, പുത്രനാശയക്കാരാണ്. മുജാഹിദ് ജമാഅത്ത് പോലുള്ള ആളുകൾ ജന്മദിനം കൊണ്ടാടുന്നില്ലല്ലോ, കാരണം എഴുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരൊക്കെ എന്ത് ചെയ്യുന്നു?
വഴിപ്പിക്കുന്നവരാണ് എന്നൊക്കെ തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കാര്യം ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹും അല്ലാഹു റസൂലും പഠിപ്പിച്ചെന്ന മാതിരി ബനി ഇസ്രായേൽക്കാർക്ക് വന്ന അപകടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തരികയുണ്ടായി. അത് ഓർത്ത് അനാചാരങ്ങൾ ഉപേക്ഷിക്കുവാനും യഥാർത്ഥ വിശ്വാസ ആചാരങ്ങളെ സ്വീകരിക്കുവാനും അത് നന്മ കൽപ്പിച്ചുകൊണ്ട് തിന്മ വിരോധിച്ചുകൊണ്ട് മാതൃകയായി ജീവിച്ചു മരിക്കുവാൻ അള്ളാഹു നാം ഏർക്കും തൗഫീഖുമാറട്ടെ. വിശദമായ വിവരങ്ങൾ ഇനിയും ധാരാളമായി പറയേണ്ടതുണ്ട്. സമയക്കുറവ് കൊണ്ട് ചുരുക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹും റസൂലും പഠിപ്പിച്ചെന്ന മാർഗം അതാണ് നാം സ്വീകരിക്കുന്നത്. മാ അന അലൈഹി വസ്ഹാബി, അങ്ങോട്ടാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കേണ്ടത്. നബിയും സഹാബത്തും ഉപയോഗിച്ച മാർഗം, ആ മാർഗമാണ് നാം പഠിച്ചറിയേണ്ടത്. അതാണ് നാം സ്വീകരിക്കേണ്ടത്. അതിനായി പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി പഠിച്ചറിഞ്ഞ് അതിൻ്റെ തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പഠിച്ചറിഞ്ഞ് മാതൃകളായി ജീവിച്ച് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അർബ് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم. أنت المستعان وعليك البلاغ. لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. الله فيه പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പഠിച്ചറിഞ്ഞ് അത് മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുത്ത് മാതൃകളായി ജീവിച്ചു മരിക്കുവാൻ നീ ഞങ്ങൾ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ഞങ്ങൾ വളരെയധികം പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, രോഗങ്ങളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പഠിച്ച തമ്പുരാനെ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഞങ്ങൾ നീക്കി തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗങ്ങളുള്ളവരുണ്ട്, ഞങ്ങൾ ദുആക്ക് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, ആശുപത്രികളിലുണ്ട്, വസിയ്യത്ത് ചെയ്യാത്തവരുണ്ട്. അവർക്കും ഞങ്ങൾക്കുമൊക്കെ തന്നെ ഞങ്ങൾ രോഗങ്ങളൊക്കെ ശിഫയാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങളിൽ മുസ്ലിങ്ങളായ മനുഷ്യരായ എല്ലാ ബന്ധുമിത്രാദികളും നീ പുറത്ത് മാഫാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, ഭയാനകരമായ ശിർക്ക്, സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന ശിർക്കിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അമലുകളെല്ലാം ബാത്തിലാക്കി കഴിയുന്ന ബിദ്അത്തുകളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചര്യ പഠിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ പാത്തി മാതൃകളായി ജീവിച്ച് മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുത്ത് നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന, വിചാരണ കൂടാതെ തന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പ്രയാസങ്ങളും ഞെരുക്കളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുവാനും, അങ്ങനെ പ്രയാസങ്ങളൊക്കെ എത്ര ഉണ്ടെങ്കിലും സഹിച്ച് പ്രയാസങ്ങൾ ക്ഷമിച്ച് യഥാർത്ഥ ഈ വിശ്വാസം, ദീനി വിശ്വാസം, ഈമാൻ നഷ്ടപ്പെടാതെ, പിശാചിന് കെണിയിൽപ്പെടാതെ അള്ളാഹുവിൻ്റെ പ്രവാചകനും സഹാബത്തും നിയോഗിച്ച മാർഗത്തിലൂടെ സിറാത്തുൽ മുസ്തഖീമിലൂടെ ജീവിച്ചു മരിക്കുവാൻ നീ ഞങ്ങൾ തൗഫീഖ് നൽകണമേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.